അപ്പം നമ്മൾ ചെയ്യുന്നതിന് എന്ത് ചെയ്യേണ്ടി വരും? അവിടെ കിട്ടണമെങ്കിൽ വേർക്കേണ്ടി വരും. ഇനി ഇവിടുത്തെ ദുആ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായോ? ഏത് അമൽ ചെയ്താലും പരലോകത്തിൽ ദുആ ഇറക്കണം. എന്തുകൊണ്ട്? അല്ലാഹു വിചാരിച്ച വിധത്തിൽ ആ അമൽ ചെയ്യാൻ നിനക്ക് കഴിയൂല. ഈ അമലുകൾ പഠിപ്പിച്ച മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്തത് മഅബ്ദനാക ഹഖ ഇബാദതിക, നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല എന്നാണ് മുത്തുനബിയുടെ ദുആ. വമാ ശകർനാക ഹഖ ശുക്രിക, നിനക്ക് ശുക്ർ ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ശുക്ർ ചെയ്തിട്ടില്ല. വമാ ദക്കർനാക ഹഖ ദിക്രിക, നിനക്ക് നിന്നെ ഓർക്കേണ്ട വിധത്തിൽ ഞങ്ങൾ ഓർത്തിട്ടില്ല. റബ്ബേ മാപ്പാക്കണം. ഇതാണ് ആരുടെ ദുആ? പുണ്യ മുഹമ്മദ് മുസ്തഫ. പരലോകത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അമലി ദുആ ഇറക്കണം. അതിന് നേരല്ല, എവിടുത്തെ പണിയുള്ളൂ ദുനിയാവ്. അതെന്തേ അങ്ങനെ വന്നു? അള്ളാഹ് തന്നതുകൊണ്ട് കുതിര വിട്ടു. മനസ്സിലായില്ലേ? നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ നേരെയാക്കുക. നമ്മൾ നേരെയാണെങ്കിൽ ഇവിടെ കുടുങ്ങൂല. ഇനി കുടുങ്ങിയത് നേരെയായാലോ പരിഹാരം ഉണ്ടാവും. ആ പരിഹാരം ഞാൻ പറഞ്ഞുതരാം. പിന്നെ സമയം കഴിഞ്ഞു. ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്, ശരി, 10 കോടി കടമുണ്ട്, ഇനി നന്നാകാൻ തീരുമാനിച്ചു. അപ്പം പരിഹാരമുണ്ട്. ആ പരിഹാരത്തിലേക്ക് കടന്നു. ഏതാ പരിഹാരം? اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين. മഞ്ഞ് പെയ്താലും എള്ളു വളരും. അപ്പോൾ എന്തായി? മഞ്ഞ് ഇലമ്മലൊക്കെ പെയ്ത്. മനസ്സിലായോ? ചോട്ടിലെള്ളുണ്ട്, ഇലയിലേക്കാണ് മഞ്ഞ് പെയ്തത്. ഇനി എന്ത് ചെയ്യണം എന്നോ? ഒന്നിരിക്കൽ ഇല ഒഴിവാക്കണം, അല്ലെങ്കിൽ ഒന്ന് കുലുക്കണം. അപ്പോൾ മാത്രമേ ആ മഞ്ഞിന്റെ വെള്ളം താഴേക്ക് വരൂ. മഞ്ഞിന്റെ വെള്ളം കിട്ടിയാലും എള്ളു വളരും. തടസ്സമല്ല. മഞ്ഞ് പെയ്തതുപോലെ പെയ്താൽ മതി ദുനിയാവിൽ ജീവിക്കാൻ. അതിനെന്താ തടസ്സം? നമ്മളെ ദോഷം അതൊന്നും നീക്കിയാൽ മതി. നേരെ മഞ്ഞും കിട്ടന്നെ പെയ്യും. മനസ്സിലായില്ലേ? മഞ്ഞുണ്ട്. മഞ്ഞ് വേനൽക്കാലത്ത് നമ്മൾ എന്തുണ്ടാക്കും? എള്ളുണ്ടാക്കും. ഇലമ കൊടുങ്ങും. ഇല നീക്കണം. അല്ലാഹുവിന്റെ റിസ്ക് മഅസിയത്ത് എന്ന ഇലയിൽ കുടുങ്ങും. അപ്പോൾ ആ ഇല നീക്കേണ്ടി വരും. അപ്പോൾ നേരെ മഞ്ഞ് പെയ്യും എള്ളിലേക്ക് തന്നെ. പിന്നെ ബേജാറില്ല. ഉള്ള സമയം മുഴുവനും എന്തിലാക്കാം? അതെന്താണ്? അപ്പൊ എന്ത് ചെയ്യണം? മഅസിയത്തിന് ചെയ്യൂല എന്ന് പറയാ. ഞാൻ മഅസിയത്ത് ചെയ്യൂല, ചെയ്തതിന് പശ്ചാത്തപിക്കുക. അപ്പൊ ആത്മാർത്ഥമായി പറയാ. എന്ത് പറയടാ നൗഫലെ? എന്ത്? അല്ലാഹുമ്മ ഗ്ഫിർലി മൂലിയര് പറയുമ്പോൾ പറഞ്ഞ പോരാ, മനസ്സറിഞ്ഞ് പറയാം. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഇതെന്ത്? ഇത് ഇല നീക്കിയതാണ്. ഇനി മഞ്ഞ് നേരെ അങ്ങോട്ട് പെയ്യും. എൻ്റെ ദോഷമാണ് തടസ്സം. എൻ്റെ റിസ്ക്കിന്റെ തടസ്സം എൻ്റെ ദോഷമാണ്. ഞാൻ മഞ്ഞ് നേരിട്ട് ഇങ്ങോട്ട് പെയ്യും. മഞ്ഞ് പെയ്താൽ മതി ദുനിയാവുക്ക്. മഴ പെയ്യണം ആഖിറത്തിലേക്ക്. ഇനി മഴക്ക് വേണ്ടി തുറക്കാൻ കഴിഞ്ഞിട്ടില്ല, മഞ്ഞന്നെ എത്തുന്നില്ല. മനസ്സിലായില്ലേ കുട്ടികളെ? പറഞ്ഞു മനസ്സിലായില്ലേ? 2 സ്ഥലത്തേക്ക് ദുആ ഇറക്കാം. ഒരു സ്ഥലത്തേക്ക് ദുആ ഇറക്കൽ നഷ്ടമാണ്. അതിൻ്റെ ആവശ്യമില്ല. അത് അല്ലാഹു തആല ഏറ്റതാണ്. മകൻ അയക്കാതിരിക്കാൻ മകൻ മാന്യനാണ്. അയക്കാതിരുന്നിട്ടെങ്കിൽ കാരണം ഉണ്ടാവും. മകൻ തന്നെ മാന്യനാണെങ്കിൽ അള്ളാഹ് എത്ര വലിയ മാന്യനായിരിക്കും. ഞാൻ ഏറ്റതാന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അയക്കാതിരിക്കും. പറയേ പിന്നെന്താ കാരണം? നമ്മളതിന് പറ്റൂല. നമുക്ക് പൈസ കൊടുത്താൽ നടക്കൂല. അത് വ്യഭിചാരശാലയിലേറ്റ. നീ നന്നായി പറഞ്ഞാലും ചെയ്യൂല. നീ നന്നായി കാണിച്ചു കൊടുക്കണം. അപ്പൊ പശ്ചാത്തലം ആത്മാർത്ഥമാകണം. ഒരു പഴം കഴിച്ചിട്ടാണ് 1000 കൊല്ലം ചെല്ലിയത്. എന്തില്ലേ? ഒരു പഴം കഴിച്ചിട്ടാണ് 1000 കൊല്ലം ചെല്ലിയത് നമ്മുടെ ബാപ്പ. എന്തിയല്ലേ? ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അത് ചൊല്ലാൻ അല്ലാഹു ഒരു അവസരം തന്നതാണ്. ഇന്നു മുതൽ اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي
യാ റബ്ബൽ ആലമീൻ വഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. ദാറുൽ ഖുർആൻ എല്ലാവരും സഹായിക്കുക. ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ ഭാഗികമായി പൈസ വളരെ കുറച്ചിട്ടുണ്ട്. 10,000 രൂപ ഒരു കൊല്ലത്തിനുള്ളിൽ തീർത്താൽ മതി. പൂർണ്ണമായിട്ടാണെങ്കിൽ 50,000 രൂപ. അതന്നെ പൂർണ്ണമല്ല, എന്നാൽ പൂർണ്ണമാക്കിയതാണ്. അപ്പോൾ ഭാഗികമായി ഏറ്റെടുത്താൽ ഒരു കുട്ടിയെ 5 ആൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ഇഷ്ടം പോലെ ആൾ വേണം. 150 കുട്ടികൾക്കുള്ള ഭക്ഷണ സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിന് റിസീവർമാരില്ല, ഇതിനു വേണ്ടി ഗൾഫ് പോകാറില്ല. ഈ അള്ളാഹ് എന്നുള്ള പ്രഭാഷണം തുടങ്ങിയപ്പോൾ നിങ്ങളൊക്കെ ഈ സ്ഥാപനത്തെ സ്നേഹിച്ചു, പണ്ടും സ്നേഹിച്ചു. അതുകൊണ്ട് എല്ലാവരും ദാറുൽ ഖുർആനിലെ കുട്ടികളെ ഏറ്റെടുക്കണം. എല്ലാവരും ഒരു 10,000 രൂപ, ഏത് പെണ്ണിനും ഏറ്റെടുക്കരുത്. 10,000 രൂപ ഒരു അടുത്ത റമളാൻ്റെ ഉള്ളിൽ കൊടുത്തു തീർത്താൽ മതി. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരോടും മജ്‌ലിസ് എല്ലാവരോടും അപേക്ഷിക്കുന്നു. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.